നമ്മൾക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് പോലെ എന്ത് ചെയ്യണം? കിട്ടുന്നത് പോലെ എന്ത് ചെയ്യണം? കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്ന മഹാന്മാരുണ്ട്. ഞാൻ അത്രയൊന്നും വലിയ മഹാനാണെന്ന് പറയുന്നില്ല. കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്ന ആളുകൾ മഹാന്മാരെന്ന് പറയും. അത്രയും മഹാനായി വരും. കിട്ടുന്നതിന്റെ കുറച്ച് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ നാട്ടിലൊരു കുറച്ച് ആളുകളുണ്ട്. 40 പേരുള്ള ഒരു സംഘമാണ്. ഞാനും അതൊരു മെമ്പറാണ്. 40 പേരുള്ള ഫാമിലി ഒരു ഗ്രൂപ്പാണ്. ഒറ്റ ഫാമിലി അല്ല, പല പല ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു സംഘം. അതിൽ ഇതിന് മതപരമായ കാര്യമൊന്നുമല്ല. ഞങ്ങളെടുത്ത തീരുമാനം നിങ്ങളോട് പറയാം. കൊടുക്കണം എന്ന് ഓർമ്മ. അത് ഞങ്ങളെടുത്ത തീരുമാനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സംഘടനയിൽ ഒരു ചെറിയ ഒരു ഡബ്ബ എന്തായാലും പറയാം, ചെറിയ പാത്രം അത് തരും. ആ പാത്രം കൂട്ടിയിട്ടുണ്ടോ? അതിന്റെ കൂട്ടിന്റെ ചാവി ആ സംഘടനയുടെ ഓഫീസിലാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഡബ്ബയുടെ അല്ലെങ്കിൽ പാത്രത്തിന്റെ ചെപ്പിന്റെ നമ്പർ 10 നമ്പറാണ് എൻ്റെ കയ്യിൽ. അതെന്റെ വീട്ടിൽ വന്നിട്ടും കാണാമല്ലോ, അതവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ അല്ലെങ്കിൽ വരുമാനം കിട്ടുമ്പോൾ എത്ര പൈസ കിട്ടുന്നോ അപ്പോൾ ഓൺ ദ സ്പോട്ട്, ഓൺ ദ ഡേ, സെയിം ഡേ, പറ്റുമെങ്കിൽ സെയിം ഡേ, നിങ്ങൾ അങ്ങ് വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ സെയിം ഡേ, നിങ്ങൾ ആ കിട്ടുന്ന പൈസയുടെ ഒരു 2.5% ഓൺ ദ സ്പോട്ടിൽ ചെപ്പിലിട്ട് ഓക്കെ കിട്ടിയ അന്ന് ബാക്കി 97.5% നിങ്ങൾക്കുള്ളത്. ബാക്കി 97.5% ആർക്കുള്ളത്? നിങ്ങൾക്കുണ്ട്. അവർ നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും വാങ്ങാം. നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് മക്കളെ വാങ്ങി വെച്ച് കൊടുക്കാം, മരുന്ന് വാങ്ങിയിട്ട് ഉമ്മാവ് വാങ്ങി കൊടുക്കാം, അല്ലെങ്കിൽ എന്തും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് സമാധാനമുണ്ട്. ഞാൻ വാങ്ങിക്കൊടുക്കുന്ന ബിസ്ക്കറ്റ്, ഞാൻ വാങ്ങിക്കൊടുക്കുന്ന മരുന്ന്, ഞാൻ വാങ്ങിക്കൊടുക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ ഒന്നിലും ആരുടെയും ഹക്ക് അല്ലെങ്കിൽ ആരുടെയും അവകാശമില്ല. അത് ഞാൻ ഈ പെട്ടിയിലാക്കി. ഇനി മാസത്തിലോ 2 മാസം കൊടുക്കുമ്പോഴോ, ചിലർ മാസം കൊടുക്കുന്നുണ്ട്. ഞാനത് 3 മാസം കൊടുക്കുമ്പോഴാണ് കൊടുക്കാം. 3 മാസം ആകുമ്പോൾ ഞാൻ ഈ പെട്ടി എടുത്തിട്ട് അവിടെ ഓഫീസിൽ പോകും. അവിടെ ഒരു കുട്ടിയുണ്ട്, ഒരു സെക്രട്ടറി, അതിൻ്റെ കയ്യിൽ കൊടുത്താൽ അവർ 10 നമ്പർ നോക്കി 10 നമ്പർ ചാവി എടുത്ത് തുറന്ന് ആ പൈസ എൻ്റെ മുന്നിൽ വെച്ച് എണ്ണി അതിനൊരു റെസീറ്റ് എനിക്ക് തരും. അതേപോലെ കൂട്ടിയിട്ട് കാലി പെട്ടി എനിക്ക് തരും. ആ കാലി പെട്ടിയിട്ട് ഞാൻ എടുക്കും. ഓക്കെ, അവർ ആ പൈസ ഈ പറഞ്ഞ പോലെ ഗ്യാപ്പുള്ള ആളുകൾക്ക് കൊണ്ടുപോകും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതിലൊരു കമ്മിറ്റി ഒക്കെ ഉണ്ട്. ആ കമ്മിറ്റിയിൽ എന്നെ വിളിച്ച് ചിലപ്പോൾ എന്നെ വിളിക്കും. അപ്പോൾ എനിക്ക് സൗകര്യമൊക്കെ പോകാം. വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. പോകണമെന്ന് പോകാം. ആർക്കും കാണാം ഇത് എങ്ങനെയാണ് തിരഞ്ഞെടുത്തതെന്നൊക്കെ കാണാം. അങ്ങനെ അവർക്ക് രഹസ്യമായിട്ട് അതൊക്കെ സപ്പോർട്ട് ചെയ്തു. എത്രയോ